നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എത്രയൊക്കെ കിട്ടിയാലും പാകിസ്ഥാൻ പഠിക്കില്ല. അതേ വിമർശനം തന്നെ അല്ലെങ്കിൽ മണ്ടത്തരം വിളമ്പുന്നത് പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യ അതിന് മറുപടി നൽകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ വീണ്ടും രംഗത്ത് വരികയാണ്. ഇതാദ്യമായിട്ടല്ല ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ കൃത്യമായിട്ട് ആഞ്ഞടിക്കുന്നത്. അതും ഇങ്ങോട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ വളരെ വൃത്തികെട്ട രീതിയിൽ പാകിസ്ഥാൻ അവതരിപ്പിക്കുമ്പോഴാണ് ഇന്ത്യ അതിന് തക്കതായിട്ടുള്ള മറുപടി നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഇന്ത്യയുടെ മറുപടിയിൽ പലപ്പോഴും വാ അടഞ്ഞു പോകുന്ന പാകിസ്ഥാനെയാണ് നമുക്ക് ഐക്യരാഷ്ട്രസഭയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ UNHRC കൗൺസിൽ യോഗത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലുകയാണെന്ന കടുത്ത വിമർശനം ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇസ്ലാമാബാദ് ഉന്നയിക്കുന്നതെന്നും UNHRCയുടെ യോഗത്തിൽ സംസാരിക്കവേ ഇന്ത്യൻ പ്രതിനിധി ക്ഷിതിജ് ത്യാഗി കൂട്ടിച്ചേർത്തു. ഒരു പ്രതിനിധി സംഘം ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതവും പ്രകോപനപരമായ പ്രസ്താവനകൾ ഉന്നയിച്ചുകൊണ്ട് ഈ വേദിയെ ദുരുപയോഗം ചെയ്യുന്നത് തുടരുകയാണെന്നും പാകിസ്ഥാനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ക്ഷിതിജ് പറഞ്ഞു. ഞങ്ങളുടെ ഭൂപ്രദേശത്തിന്മേൽ കണ്ണുവെക്കുന്നതിന് പകരം അവർ നിയമവിരുദ്ധമായി കയ്യേറിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിഞ്ഞു പോകുകയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്താൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെയും സൈനിക മേധാവിത്വം ഉപയോഗിച്ച് നിശബ്ദരാക്കിയ ഭരണകൂടത്തെയും പീഡനങ്ങളാൽ കളങ്കിതമാക്കിയ മനുഷ്യാവകാശ ചരിത്രത്തെയും രക്ഷിക്കാൻ ശ്രദ്ധിക്കുകയുമാണ് വേണ്ടത്, ക്ഷിതിജ് പരിഹസിച്ചു. തിങ്കളാഴ്ച ഖൈബൂർ പക്തൂൺക പ്രവിശ്യയിലുള്ള തിര താഴ്വരയിലെ ബാത്രേധാര ഗ്രാമത്തിൽ പാകിസ്ഥാന്റെ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവത്തെ പരാമർശിച്ചായിരുന്നു ക്ഷിതിജിന്റെ പാക് വിമർശനം. ഒരാഴ്ച മുമ്പും അഫ്ഗാനിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, അൽ ഖ്വയ്ദ, IS തുടങ്ങി ഭീകര സംഘടനകൾക്ക് കാബൂളിന്റെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഈ സംഘടനകൾക്കെതിരെ ശക്തമായ അന്താരാഷ്ട്ര നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ISIL, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ ഭീകര സംഘടനകളുമായി പ്രഖ്യാപിച്ചവരുടെയും അവരുടെ പിന്തുണക്കാരുടെയും പ്രവർത്തനങ്ങൾ തടയേണ്ടതിന്റെ ആവശ്യകതയും അംബാസഡർ അരീഷ് ഊന്നി പറഞ്ഞു. 4 വർഷത്തിലേറെയായി താലിബാൻ ഭരണകൂടത്തിന് കീഴിൽ കഴിയുന്നുണ്ടെങ്കിലും അഫ്ഗാൻ ജനതയ്ക്ക് വികസന സഹായത്തിലും സഹകരണത്തിലും കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ലെന്നും ഹരീഷ് പറഞ്ഞു. അടുത്തിടെയുണ്ടായ ദൗർഭാഗ്യകരമായ ഭൂകമ്പം ഈ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ദാരിദ്ര്യം, രോഗം, പട്ടിണി എന്നിവയാൽ കഷ്ടപ്പെടുന്ന ദശലക്ഷക്കണക്കിന് അഫ്ഗാനികൾക്ക് സഹാനുഭൂതിയും സഹായഹസ്തവും നീട്ടേണ്ട സമയമാണിത്. അഫ്ഗാനിസ്ഥാന് സുസ്ഥിരവും സമാധാനപരവും സമൃദ്ധവുമായ ഒരു ഭാവി ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങളെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഫ്ഗാനിസ്ഥാനിൽ അടുത്തിടെ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ വളരെ വലിയ രീതിയിലുള്ള സഹായമാണ് നൽകിയത്. തുടക്കത്തിൽ 1000 ടെന്റുകളും 15 ടൺ ഭക്ഷണ സാധനങ്ങളും അയച്ചതായി ഹരീഷ് പറഞ്ഞു. മരുന്നുകൾ, ശുചിത്വ കിറ്റുകൾ, പുതപ്പുകൾ, ജനറേറ്ററുകൾ എന്നിവയുൾപ്പെടെ 21 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ സഹായം അയക്കുമെന്നും അന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു. 2021 മുതൽ ഇന്ത്യ ഏകദേശം 50,000 ടൺ ഗോതമ്പ്, 330 ടൺ മരുന്നുകളും വാക്സിനുകളും, 40,000 ലിറ്റർ കീടനാശിനികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ അയച്ചിട്ടുണ്ട്. UNODCയുമായി സഹകരിച്ച് സ്ത്രീകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിമുക്ത പരിപാടികൾക്കും പിന്തുണ നൽകിയിട്ടുണ്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാന്റെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 600 സ്ത്രീകൾ ഉൾപ്പെടെ 2000 അഫ്ഗാൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം നാഗരികവും ചരിത്രപരവും സാംസ്കാരികവുമായ അടിത്തറകളിൽ അധിഷ്ഠിതമാണെന്നും ഹരീഷ് പറഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ, കായികം തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്ന 500-ലധികം വികസന പദ്ധതികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ദോഹയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയുടെ പങ്കാളിത്തം തെളിയിക്കുന്നത് ഇന്ത്യ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഒരു സജീവ പങ്കാളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മറ്റൊരു നീക്കം ഇന്ന് നടന്നത് ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസഭയിലും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം ചർച്ചാ വിഷയമായി തുടർന്നു. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്ന വിഷയവും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്തു. സെഷനിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡ് നടത്തിയ ചർച്ച അത് വളരെ വിഷയമായിട്ടുണ്ട്. കാരണം ഓം ശാന്തി ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രബോവോ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഏറെ കൗതുകമായി ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസഭയിലാണ് ആഗോള സമാധാനം, നീതി, തുല്യ അവസരം എന്നിവയ്ക്ക്
ചർച്ചയ്ക്കായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ ആഹ്വാനം ചെയ്തത്. ഭയം, വംശീയത, വിദ്വേഷം, അടിച്ചമർത്തൽ, വർണ്ണവിവേചനം എന്നിവയാൽ നയിക്കപ്പെടുന്ന മനുഷ്യവിഡ്ഢിത്തം നമ്മുടെ പൊതുവായ ഭാവിയെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്തോനേഷ്യ 20,000 സൈനികരെ വിന്യസിക്കാൻ തയ്യാറാണെന്നും പ്രബോവോ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ ഇന്ന് UN സമാധാന സേനയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്തോനേഷ്യയാണ്. സമാധാനത്തിന് രക്ഷാധികാരികൾ ആവശ്യമുള്ളിടത്ത് ഞങ്ങൾ തുടർന്നും സേവനം ചെയ്യും. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, കരയിലുള്ള സൈനികരെയും ഉപയോഗിച്ചുകൊണ്ടെന്നും പ്രബോവോ സുബിയാൻഡ്രോ ഊന്നി പറഞ്ഞു. ഇതിനു പുറമെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് ദുരാഷ്ട്ര പരിഹാരത്തിന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ ആഹ്വാനം ചെയ്തു. പലസ്തീനും ഇസ്രായേലും സ്വതന്ത്രവും സുരക്ഷിതവുമായിരിക്കണമെന്നും ഭീഷണികളിൽ നിന്നും ഭീകരതയിൽ നിന്നും മുക്തരായിരിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഒരു രാഷ്ട്രീയ സംഘർഷത്തിനും അക്രമം ഉത്തരമാകില്ല, കാരണം അക്രമം കൂടുതൽ അക്രമം മാത്രമേ വളർത്തുന്നുള്ളൂ എന്നും സുബിയാൻഡോ പറഞ്ഞു. പിന്നീട് ഐക്യരാഷ്ട്രസഭയിൽ തന്റെ പ്രസംഗം ഓം ശാന്തി ഓം എന്ന മന്ത്രത്തോടെയാണ് അവസാനിപ്പിച്ചതും. അദ്ദേഹം നമോ ബുദ്ധായ, ഷാലോം എന്നീ മന്ത്രങ്ങളും ചൊല്ലി. 19 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഐക്യത്തിന്റെ സന്ദേശമാണ് കൂടുതലും നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലോകത്തിന്റെ പല കോണുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഒന്നും തന്നെ അവസാനിപ്പിക്കാൻ ഇപ്പോൾ വലിയ ഏതെങ്കിലും വമ്പൻ ശക്തികൾക്ക് പോലും സാധിച്ചിട്ടില്ല. ഇസ്രായേൽ പാലസ്തീൻ വിഷയം അടക്കമുണ്ട്. അവിടെ അടക്കം ഇപ്പോൾ പാലസ്തീൻ എന്ന ദുരാഷ്ട്രം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും, അങ്ങനെ 2 ദുരാഷ്ട്ര പരിഹാരം തന്നെയാണ് അതിനുള്ളൊരു പോവഴി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പിന്തുണ പാലസ്തീന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്താണെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധവും ഇപ്പോൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഒരുങ്ങിയിരിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് നാറ്റോയും ഇപ്പോൾ അവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഏതായാലും ലോകത്തിന്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി. ഇനി ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങൾ കൂടി ഇപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് ഉൾപ്പെട്ട് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ഭീകരാവസ്ഥയ്ക്ക് തന്നെ കാരണമാകും.